ഹായ് പ്രിയമുള്ള കൂട്ടുകാരെ, എവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. കൂട്ടുകാരെ, നമ്മൾ പലരും റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി സാധാരണ ഉപയോഗിക്കാറില്ല. അതായത് ദോശ ഇടാനോ ഇഡലി ഇടാനോ ആരും ഉപയോഗിക്കാറില്ല. കാരണം അത് പച്ചപ്പാണ്, അത് വേകുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അത് മുരിഞ്ഞ് കിട്ടുന്നില്ല എന്നൊക്കെയാണ്. നമ്മൾ ഇന്ന് നല്ല രീതിയിൽ കടകളിൽ കിട്ടുന്ന രീതിയിൽ, അതായത് ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന രീതിയിൽ മുരിഞ്ഞ ദോശ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ചുട്ട് നോക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പണി കാരണം നമുക്കൊരു ലൈഫിൻ്റെ വീട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി കാരണം നമ്മളിപ്പോൾ ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. പലരും പല കമൻറ്റുകളും പറഞ്ഞു. നമുക്കിപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പാചകം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഷെഡിലാണ്, സൗകര്യം തീരെ കുറവുള്ള ഷെഡാണ്. പെട്ടെന്ന് പണി തീരും എന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പെൻഡിങ് ആയിട്ട് വന്നു. പെട്ടെന്ന് തന്നെ പണി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉടൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാചകം ചെയ്യാം. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ വീഡിയോ ഇടുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളോടൊപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി എഴുതി അറിയിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ റേഷൻ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആട്ടയാണ്, ആട്ട ഉണ്ട്. കൂടെ ചാക്കരി, അതായത് വെള്ളയരി ഉണ്ട്. ഈ കാണുന്നതാണ് വെള്ളയരി. കൂടാതെ ഇതാണ് പച്ചരി. പച്ചരി നനഞ്ഞിട്ടുണ്ട്. മഴയത്താണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്, അപ്പോൾ അല്പം നനഞ്ഞു. നമ്മൾ ഈ കാണുന്ന കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഞങ്ങൾ 3 ആളേ ഉള്ളൂ, അതുകൊണ്ട് 1 കപ്പിൻ്റെ ആവശ്യമേ ഞങ്ങൾക്ക് വരുന്നുള്ളൂ. 1 കപ്പ് പച്ചരി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ ഈ കപ്പിന് തന്നെ നമ്മൾ ഒരു അര കപ്പ് അല്പം കൂടെ ഉഴുന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് എടുക്കുന്നില്ല, അതിന് താഴെയായിട്ട് ഉഴുന്ന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 3/4 കപ്പ് വേണ്ടവർക്ക് ഇടാം, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പം 3/4 കപ്പ് ഉപയോഗിക്കുന്നില്ല, അര കപ്പും കുറച്ചുകൂടി ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനിയും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 1/2 സ്പൂണ് ഉലുവയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂണ് ഉലുവ, ചെറിയ ടീസ്പൂണിന് 1/2 സ്പൂണ് ഉലുവ നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മളിനിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഞെരടി നമ്മൾ കഴുകി എടുക്കുകയാണ്. അതിലെ വെള്ളം മുഴുവൻ നമ്മൾ വാർത്ത് കളഞ്ഞതിന് ശേഷം അത് നിറച്ചും വെള്ളം വെച്ച് മാറ്റി വെക്കുന്നു. 6 മണിക്കൂറിന് ശേഷം നമ്മൾ മിക്സിയുടെ പകുതി വരത്തക്ക രീതിയിൽ നമ്മൾ അരിയും ഉഴുന്നും ചേർന്ന മിശ്രിതം, ഉലുവയും ചേർന്ന മിശ്രിതം നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ആട്ടിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ദോശയും ഇഡലിയൊക്കെ രുചി കൂട്ടാനായിട്ട് കാരണമാകും. നമ്മൾ ആദ്യത്തെ തവണ അരച്ചു കഴിഞ്ഞിരുന്നു, ഇത് 2ാമത്തെ തവണയാണ്. കുറേശ്ശെ മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പകുതി. അവസാനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3/4 തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളയരി ചോറാണ്. 3/4 തവി ചോറുകൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് നല്ലതുപോലെ അരയ്ക്കുകയാണ്. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടത്. ഇതിനി നമ്മൾ ബാക്കി അരച്ച് വെച്ചതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള ജാറിലെ മാവെല്ലാം അല്പം വെള്ളം ഒഴിച്ച് കലക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക.
അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം വെള്ളം കൂടരുത്, മാവിൽ വെള്ളം കൂടാതിരിക്കാൻ ശ്രമിക്കണം. ശേഷം നമുക്കൊരു സ്റ്റീൽ തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മാറ്റി വെച്ചതിന് ശേഷം രാവിലെ പാചകത്തിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല മാവ് പരുവമാണോ എന്ന് നോക്കുക. ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. അടുത്തതായിട്ട് നമ്മൾ തവയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ദോശക്കല്ലില്ല, അതുകൊണ്ട് നമ്മൾ തവയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് ദോശക്കല്ല് തന്നെയാണ്. തവയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കിട്ടില്ല എന്നുള്ളതാണ്. ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെയാണ് ദോശ ചുടാനായിട്ട് ഏറ്റവും നല്ലത്. അതായത് ഇരുമ്പിൻ്റെ തന്നെ ചട്ടുകവും വേണം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്താണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലായിടവും തവയിൽ എല്ലായിടത്തും കിടത്താത്ത രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. കല്ല് ചൂടായതിന് ശേഷം നല്ലതുപോലെ വെളിച്ചെണ്ണയും കല്ലും ചൂടായതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, ദോശക്കല്ലിൽ ചുടുന്നതിൻ്റെ അത്രയും പെർഫെക്റ്റായിട്ട് ഇതിൽ കിട്ടുകയില്ല. കാരണം തവ എന്ന് പറയുന്നത് അലോയിൽ തീർത്ത വസ്തുവാണ്. അതുകൊണ്ട് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ ചട്ടുകമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇളക്കിയിടുന്നതിന് ചട്ടുകം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കുമിളകളെല്ലാം വന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ദോശ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനെയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റീലിൻ്റെ ചട്ടുകം ഉപയോഗിക്കുമ്പോൾ ഈ അലോയുടെ തവയുമായിട്ട് അത്ര യോജിപ്പില്ല. അത് കിടന്ന് ഉടയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ദോശ തിരിച്ചിട്ടിരിക്കുകയാണ് വേണ്ട നല്ല മൊരിഞ്ഞ്, നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ മൊരിഞ്ഞ് നമുക്ക് ദോശ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു ദോശയോടെ ചുട്ടെടുക്കുകയാണ്. ഇതുപോലെ മൊരിഞ്ഞ ദോശ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ചില കുട്ടികൾ മൊരിഞ്ഞ ദോശ വേണമെന്ന് വാശി പിടിക്കാറുണ്ട്. ഇതുപോലെയാണ് ഹോട്ടലുകളിൽ ദോശ ഉണ്ടാക്കുന്നത്. അവർ തലേദിവസത്തെ ചോറും മറ്റു ചേർത്താണ് ദോശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും മൊരിഞ്ഞ് നമുക്ക് ദോശ കിട്ടുന്നത്. നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അലോയും സ്റ്റീലുമായിട്ട് യോജിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ക്ലിയറായിട്ട് കിട്ടത്തില്ല ദോശ. ഏറ്റവും നല്ലത് നമുക്ക് ഇരുമ്പ് കല്ലിൽ തന്നെ ചുടുന്നതാണ്. ഇരുമ്പ് ചട്ടുകവും വേണം. നമ്മുടെ ദോശയെല്ലാം അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമ്മളിപ്പം 2 ദോശ ചുട്ടെടുത്തു. കണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.